Hello everyone, welcome to Aifer Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസം എന്ന് പറയുന്ന ടോപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫെമിനിസം. പാർട്ട് 1 ആണ്, പാർട്ട് 2 വരും. ടൈപ്സ് ഓഫ് ഫെമിനിസം, അതായത് ഇന്ന് മെയിൻ ആയിട്ട് മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റ് ട്രഡീഷൻസ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫെമിനിസത്തെ കുറിച്ചാണ്. അതായത് ലിബറൽ ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ഈ 3 ടൈപ്സ് ഓഫ് ഫെമിനിസത്തെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലിബറൽ ഫെമിനിസം. എന്താണ് ലിബറൽ ഫെമിനിസം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടോപ്പിക് ട്രഡീഷൻസ് വിത്തിൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്ന വേവ്സ് ഓഫ് ഫെമിനിസം റിലേറ്റഡ് ആണ്. വേവ്സ് ഓഫ് ഫെമിനിസം, നമ്മൾ വേവ്സ് ഓഫ് ഫെമിനിസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പം വേവ്സ് ഓഫ് ഫെമിനിസം റിലേറ്റഡ് ആണെന്ത്, നമുക്ക് കുറച്ചുകൂടെ വേവ്സ് ഓഫ് ഫെമിനിസം നമുക്ക് അറിയെങ്കിൽ അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രഡീഷൻസ് അല്ലെ ടൈപ്സ് ഓഫ് ഫെമിനിസം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലിബറൽ ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം, അതോടൊപ്പം തന്നെ റാഡിക്കൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസ്റ്റ് ചാമ്പ്യൻ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി വിത്ത് മാൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിബറൽ ഫെമിനിസം എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ആണ്. ഒരു സ്ത്രീകളുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ആണ് എന്ത് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. ദേ ഹാവ് സപ്പോർട്ടഡ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് അജണ്ട വിച്ച് വുഡ് എനേബിൾ വിമൻ ടു കോമ്പീറ്റ് ഇൻ പബ്ലിക് ലൈഫ് ഓൺ ഈക്വൽ ടേംസ്. അപ്പം പബ്ലിക് സ്പിയറിൽ, എസ്പെഷ്യലി പൊളിറ്റിക്കൽ സ്പിയറിൽ ഈക്വൽ സ്പേസ് കിട്ടണം എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ സഫറേജ്. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സഫറേജ് ആണ്, പൊളിറ്റിക്കൽ റൈറ്റ് ആണ് അല്ലെ. അപ്പം അതാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. പൊളിറ്റിക്കൽ സ്പിയറിൽ, പബ്ലിക് സ്പിയറിൽ എന്താണ് സ്ത്രീകൾക്ക് ഈക്വൽ സ്പേസും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളും കിട്ടണം എന്നുള്ളതാണ്. വിത്ത് മെൻ റിഗാർഡ്ലെസ് ഓഫ് സെക്സ്. ഇക്വാലിറ്റി ദസ് മീൻസ് ഈക്വൽ സ്പേസ് ഇൻ ഈക്വൽ ആക്സസ് ടു ദി പബ്ലിക് സ്പിയർ അല്ലെങ്കിൽ പബ്ലിക് റിയലം അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ എന്താണ് ഈക്വൽ സ്പേസ് കിട്ടണം, ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ് എന്ത് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മേജർ ഫെമിനിസ്റ്റ് ടെസ്റ്റ്, മേരി വോളസ്റ്റൺക്രാഫ്റ്റ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മേരി വോളസ്റ്റൺക്രാഫ്റ്റിനെ കുറിച്ച്. ഫസ്റ്റ് ടെസ്റ്റ് ഇറ്റ് ഈസ് നോൺ ആസ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ഈസ് ഓൾസോ നോൺ ആസ് വൺ ഓഫ് ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് മോഡേൺ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ ഫസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി. ഫെമിനിസത്തിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ വരുമ്പോൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകം ഏതാണ്? വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ, മേരി വോളസ്റ്റൺക്രാഫ്റ്റിന്റെ. ആർഗ്യൂ ദാറ്റ് വിമൻ ഷുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു സെയിം റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആസ് മെൻ ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ദേ ആർ ഹ്യൂമൻ ബീങ്സ്. ആസ് എ ഹ്യൂമൻ ബീങ്സ്, എല്ലാവരെയും ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ് കാണേണ്ടത്, അല്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ തേർഡ് ജെൻഡർ എന്നോ അങ്ങനെയല്ല കാണേണ്ടത്. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട്. ആ ഇൻഡിവിജ്വൽ എന്താണ്, ആ ഇൻഡിവിജ്വലിന്റെ മെറിറ്റിന് ക്യാരക്ടർ അനുസരിച്ച് അല്ലെങ്കിൽ ടാലന്റ് അനുസരിച്ച് പിന്നെ അച്ചീവ്മെന്റ്സ് അനുസരിച്ച് മെറിറ്റിനനുസരിച്ച് എന്താണ്, അങ്ങനെയാണ് ഓരോ മനുഷ്യനെ അല്ല സ്ത്രീയെന്നോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ എന്താണ് ഓരോ ആളെയും കാണേണ്ടത് എന്നാണ് മേരി വോളസ്റ്റൺക്രാഫ്റ്റ് പറയുന്നത്. ഷീ ക്ലെയിം ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ഓഫ് സെക്സ് വുഡ് ബിക്കം അൺഇമ്പോർട്ടന്റ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ വിമൻ ഇഫ് വിമൻ ഗെയിൻ ആക്സസ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേരി വോളസ്റ്റൺക്രാഫ്റ്റ് മെയിൻ ആയിട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇപ്പം സ്ത്രീകൾക്ക് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ കിട്ടിയാൽ, പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ കിട്ടിയാൽ എന്താണ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ഓഫ് സെക്സ് എന്ന് പറയുന്ന സംഭവമില്ല, ഡിവിഷൻ ഓഫ് സെക്സ്, ഡിവിഷൻ ബിറ്റ്വീൻ, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ദിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെന്താണ് അൺഇമ്പോർട്ടന്റ് ആവും, ഇറലവന്റ് ആവും. അതായത് അവർക്കും പ്രോഗ്രസ് സംഭവിക്കും, സ്ത്രീകൾക്കും പ്രോഗ്രസ് സംഭവിക്കും, ഗ്രോത്ത് സംഭവിക്കും. ലൈക്ക് മെൻ അവർക്കും ഗ്രോത്ത് സംഭവിക്കും, ഗ്രോത്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാര്യം. ത്രൂ എഡ്യൂക്കേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മേരി വോളസ്റ്റൺക്രാഫ്റ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു, സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് മേരി വോളസ്റ്റൺക്രാഫ്റ്റ്. അപ്പൊ അതിലൂടെയാണ് എന്ത് മെയിൻ ആയിട്ട് സ്ത്രീകൾക്ക് വിമൻ എംപവർമെന്റ് സംഭവിക്കുന്നത്. അക്കോർഡിംഗ് ടു മേരി വോളസ്റ്റൺക്രാഫ്റ്റ്, ത്രൂ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓർ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിലൂടെയാണ് എന്ത് വിമൻ എംപവർമെന്റ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് തിങ്കർ ആണെന്ത് ജെ.എസ്. മിൽ ഒരു ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റ് അല്ല, ലിബറൽ ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളതാണ്. ലിബറലിസ്റ്റും ആണ്, ലിബറൽ ഫെമിനിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് വർക്കാണ് എന്ത് ഓൺ ദ സബ്ജക്ഷൻ ഓഫ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് വർക്ക് എക്സ്പെഷ്യലി കമ്മിങ് ടു ഫസ്റ്റ് വേവ് ഫെമിനിസത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണത്. പിന്നെ ഓൺ ദ സബ്ജക്ഷൻ ഓഫ് വിമൻ, ജെ.എസ്. മില്ലിന്റെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഫസ്റ്റ് വേവ് അഡ്വാൻസ്മെന്റ് ഓഫ് ഫസ്റ്റ് വേവ് ഫെമിനിസം ആണ് ഓൺ ദ സബ്ജക്ഷൻ ഓഫ് വിമൻ ഇൻ കൊളാബറേഷൻ വിത്ത് ഹാരിയറ്റ് ടൈലർ. അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിട്ടുള്ള ഹാരിയറ്റ് ടൈലറുമായിട്ടാണ് പുസ്തകം ഇൻ കൊളാബറേഷൻ, രണ്ടുപേരും കൂടിയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. പ്രൊപ്പോസ് ദ സൊസൈറ്റി ഷുഡ് ബി ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൽ ഓഫ് റീസൺ ആൻഡ് ദാറ്റ് ആക്ഷൻസ് ഓഫ് ബർത്ത് സച്ച് ആസ്
സെക്സ് ഷുഡ് ബി ഇറലവൻറ്റ്. അത് എന്താണ് പറയുന്നത്, ഈ സെക്സ് അതൊരു ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയില്ല, നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ സ്ത്രീ ആയിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷനായിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ആയിട്ടാണ് ജനിക്കുന്നത്, അങ്ങനെ നമുക്കറിയില്ലല്ലോ. അതൊരു ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്താണ്, അതൊരിക്കലും നമ്മളൊരു പേഴ്സണെ, ഒരു ഇൻഡിവിജ്വലിനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു ക്രൈറ്റീരിയ ആവരുത്, അതൊരു ഘടക ഫാക്ടർ ആകരുത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ, ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ടാലന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് സൊസൈറ്റി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഫിയർ ആകുമ്പോൾ കോൺട്രിബ്യൂഷൻസും ടാലൻസും അച്ചീവ്മെന്റ്സും മെറിറ്റും ബേസ്ഡ് ആണ്. മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം എന്ത്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട, അല്ലാതെ ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും എന്താണ് അതിനെ ജഡ്ജ് ചെയ്യാൻ, ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഫിലോസഫിക്കൽ ബേസ് ഓഫ് ലിബറൽ ഫെമിനിസ്റ്റ് ലൈസ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ നമ്മൾ ലിബറലിസം ഡിസ്കസ് ചെയ്യാം, ലിബറൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഇൻഡിവിജ്വലിസം? ഗിവിംഗ് സുപ്രീം ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ. സുപ്രീം ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ആണെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ലാതെ ആ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ എന്താണ് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഹ്യൂമൻ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ഈക്വൽ മോറൽ വെൽത്ത്. എല്ലാവർക്കും ഈക്വൽ മോറൽ വെൽത്ത്, അതായത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ആ ഒരു ഫാക്ടർ, ആ ഒരു സംഭവം കണക്കിലെടുക്കാതെ എല്ലാവർക്കും എല്ലാവരും ഒരേ രീതിക്കാണ്, എല്ലാവർക്കും ഒരേ രീതി ഈക്വൽ സ്പേസ് കൊടുക്കുക, എസ്പെഷ്യലി കമ്മിങ് ടു പബ്ലിക് സ്ഫിയർ. അതാണ് എന്ത് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദ സെക്സ്, റേസ്, റിലീജിയൻ, കളർ, ഇതൊന്നും എന്താണ് ഒരു ഫാക്ടർ ആകരുത്. മറിച്ച് എന്താണ് ഇൻഡിവിജ്വൽ എന്ന രീതി, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ അവരുടെ മെറിറ്റ്, ക്വാളിറ്റി ഓഫ് ക്യാരക്ടർ, ഇതൊക്കെ ആയിരിക്കണം എന്ത് ഡിറ്റർമൈൻ ഫാക്ടേഴ്സ്, ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ. ഫെമിനിസം ഈസ് എസെൻഷ്യലി റിഫോമിസ്റ്റ്, ഈസ് സീക്സ് ടു ഓപ്പൺ എ പബ്ലിക് ലൈഫ് ടു ഈക്വൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. എസ്പെഷ്യലി പബ്ലിക് സ്പിയർ, പബ്ലിക് സിസ്റ്റം അല്ലെങ്കിൽ പബ്ലിക് സ്പേസ് എന്താണ് എല്ലാവർക്കും ഈക്വലി ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. റിഫോമിസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. റാദർ ദാൻ ടു ചാലഞ്ച് വാട്ട് മെനി ഫെമിനിസ്റ്റ് സീ ആസ് പാട്രിയാർക്കൽ സ്ട്രക്ചർ. ഇത് ഒരു പബ്ലിക് സിസ്റ്റം അല്ലെ പബ്ലിക് സ്പിയർ ആണ് എന്ത് റിഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് സ്പിയർ ആണ്, പ്രൈവറ്റ് സ്പിയർ അല്ല. അപ്പം പിന്നെ പാട്രിയാർക്കൽ സ്ട്രക്ചർ എന്താണ്, അതിന് പാട്രിയാർക്കൽ സ്ട്രക്ചർ സൊസൈറ്റി എന്ന് പറയുന്നത് പിന്നെ ഇറ്റ്സെൽഫ്, അത് സൊസൈറ്റി ഫുള്ളും എന്താണ്, സൊസൈറ്റി ഫുള്ളും അല്ലെങ്കിൽ സിസ്റ്റം ഫുള്ളും അവർ മാറ്റാൻ ശ്രമിക്കുന്നില്ല. ലിബറൽ ഫെമിനിസം സിസ്റ്റം ഫുള്ളും മാറ്റാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് പബ്ലിക് സ്പിയർ മാത്രം, എസ്പെഷ്യലി പൊളിറ്റിക്കൽ സ്പിയർ അല്ലെങ്കിൽ പബ്ലിക് സ്പിയർ മാത്രമാണ് എന്ത് റിഫോം ചെയ്യാൻ ലിബറൽ ഫെമിനിസം ശ്രമിക്കുന്നത്. മറിച്ച് മൊത്തം സിസ്റ്റം ഫുള്ളും, എസ്പെഷ്യലി കമ്മിങ് ഫ്രം ഹോം, റൈറ്റ് ഫ്രം അവർ ഹോം, അല്ലെങ്കിൽ നമ്മളെ വീടുകളിൽ നിന്ന് പിന്നെ മാറ്റം എവിടെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അക്കോർഡിംഗ് ടു ലിബറൽ ഫെമിനിസം? പബ്ലിക് സ്പിയർ അല്ലെ പൊളിറ്റിക്കൽ സ്പിയറിലാണ് വേണ്ടത്. മറ്റ് സ്പിയറിൽ സംഭവിക്കേണ്ട മാറ്റങ്ങളെ കുറിച്ച് ലിബറൽ ഫെമിനിസം പറയുന്നില്ല. Feminists generally do not wish to abolish the distinction between public and private sphere. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സെൻട്രൽ തീംസ് ഓഫ് ഫെമിനിസം ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പിയർ ഡിവൈഡ്, പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ, ആ ഒരു ഡിസ്റ്റിങ്ഷൻ അബോളിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ഷൻ എന്താണ് ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്. അത് പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പബ്ലിക് ആയിട്ടുള്ള കാര്യം, പൊളിറ്റിക്കൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫാമിലി, ഡൊമസ്റ്റിക് ലൈഫ് കാര്യങ്ങൾ. അപ്പം ഈ പിന്നെ ലിബറൽ ഫെമിനിസം എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പബ്ലിക് സ്പിയർ ആണ്. അത് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇവിടെയൊക്കെയാണ് എന്ത് സ്ത്രീകൾക്ക് പിന്നെ സ്പേസ് വേണ്ട, ഈക്വൽ സ്പേസും ഈക്വൽ കൺസിഡറേഷനും വേണ്ടത്. പ്രൈവറ്റ് സ്പിയറിൽ എന്താണ് അങ്ങനെ ഒരു വേണ്ട എന്നുള്ള രീതി പിന്നെ ആർഗ്യുമെന്റ് ആണ് എന്ത് ലിബറൽ ഫെമിനിസം വെക്കുന്നത്. അതായത് ഫാമിലി ലൈഫ്, ഡൊമസ്റ്റിക് ലൈഫ്, അത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് ഫാമിലി ലൈഫ് അത് വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ ഡൊമസ്റ്റിക് അത് അതൊക്കെ വ്യക്തിപരമായ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവിടെയൊക്കെ എന്താണ് ഒരു റിഫോം അല്ലെങ്കിൽ ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ ഒന്നും ലിബറൽ ഫെമിനിസം അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. മെയിൻലി പൊളിറ്റിക്കൽ സ്പിയർ അല്ലെ പബ്ലിക് സ്പിയറിലാണ് മെയിൻ ആയിട്ട് ലിബറൽ ഫെമിനിസം റിഫോം അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഡു നോട്ട് വിഷ് ടു അബോളിഷ് ഓർ ബ്രേക്ക് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പിയർ. അപ്പം ഇത് തമ്മിൽ എന്താണ്, ഇത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണുക. പബ്ലിക് സ്പിയർ ഒരു രീതി കാണുക, ഒരു റിഫോം പെർസ്പെക്റ്റീവ് കാണുക. പ്രൈവറ്റ് സ്പിയറിൽ എന്താണ് റിഫോം വേണ്ട എന്ന പിന്നെ ആർഗ്യുമെന്റ് ആണ് എന്ത് ലിബറൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പിയറിൽ സംഭവിക്കേണ്ട റിഫോംസിനെ കുറിച്ച് ലിബറൽ ഫെമിനിസം പറയുന്നില്ല. പബ്ലിക് സ്പിയറിലാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. They argue that reform is necessary, they argue, but only to ensure the establishment of equal rights in the public sphere. Already പറഞ്ഞു, പബ്ലിക് സ്പിയറിലാണ് ഈക്വൽ റൈറ്റ്സും
ഈക്വൽ സ്പേസും ഈക്വൽ കൺസിഡറേഷൻ ഒക്കെ വേണ്ടത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു പെർസ്യൂ കരിയർ ആൻഡ് സോ ഓൺ. ഇതൊക്കെയാണ് മെയിനായിട്ട് പബ്ലിക് സ്ഫിയറിൽ വരുന്ന കാര്യങ്ങൾ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പിന്നെ റൈറ്റ് ടു വോട്ട്, യൂണിവേഴ്സ് സഫറേജ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു കരിയർ ബിൽഡ് ചെയ്യുക, അതൊക്കെയാണ് ഇത് പബ്ലിക് സ്ഫിയറിൽ മെയിനായിട്ട് വരുന്നത്. 19th century feminist and the leaders of suffrage movement were usually educated middle class women who had the opportunity to benefit from the right to vote, pursue a career and a public life. ഒരു ക്രിറ്റിസമാണ് ഇത്. ക്രിറ്റിസമാണ് നമ്മൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്രിറ്റിസം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ലിബറൽ ഫെമിനിസം പറയുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് പബ്ലിക് സ്ഫിയറിൽ ഈക്വൽ സ്പേസ് വേണം. പബ്ലിക് സ്ഫിയറിൽ എന്തായാലും ഈക്വൽ സ്പേസ് വേണം എന്നുള്ളതാണ്. പക്ഷേ ഒരു വ്യക്തി ഇങ്ങനെ തീരുമാനിക്കുകയാണ്, എനിക്ക് ഡൊമസ്റ്റിക് ലൈഫ്, എനിക്കൊരു ഫാമിലി ലൈഫാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല, ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നില്ല, അല്ലെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ പബ്ലിക് സ്ഫിയർ എന്താണ് യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല. പിന്നെ ലിബറൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഈക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പബ്ലിക് സ്ഫിയർ ഉണ്ടല്ലോ, ആ സ്ഫിയർ എന്താണ് എനിക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല, അവിടെ പോയി അത് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പിന്നെ തീരുമാനമെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ തീരുമാനിക്കാം. അതായത് എന്താണ്, പിന്നെ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതല്ല ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. അതായത് നമുക്ക് ഏത് രീതി വേണം ജീവിക്കാം, നമുക്ക് പബ്ലിക് സ്ഫിയർ അല്ലെങ്കിൽ നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണം, നമുക്ക് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം, നമുക്ക് ഗവൺമെന്റിൽ ഒരു കരിയർ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യണം. അതാണ് ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ തീരുമാനമെങ്കിൽ അത് പിന്നെന്താണ് എക്സ്പ്ലോർ ചെയ്യാനും അത് പെർസ്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവും, ഈക്വൽ സ്പേസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് അതോടൊപ്പം അല്ല ഒരു വ്യക്തിക്ക്, മറിച്ച് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് എന്താണ് നേരെ തിരിച്ചാണ്. അദ്ദേഹത്തിന് ഫാമിലി ലൈഫാണ് ലീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുട്ടികളെയും പാർട്ണറെയും ഫാമിലിയൊക്കെ നോക്കി ജീവിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ എന്താണ് ആ തീരുമാനം അനുസരിച്ച് ജീവിക്കുക. അതായത് ഇതെല്ലാം വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. ലിബറൽ ഫെമിനിസം മെയിനായിട്ട് പറയുന്നത്, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ഫെമിനിസം ഇവിടെ എസ്റ്റാബ്ലിഷ്, അതായത് അതാണ് ഫെമിനിസം എന്ന് പറയുന്നില്ല. സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് എല്ലാം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, എല്ലാം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. അതാണ് ഇത് റിലേറ്റഡ് ആയിട്ട് പോയിന്റ് ആണ് കേട്ടോ. ഇത് പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. പിന്നെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 19th century leaders of suffrage movement were educated middle class women. മെയിൻ ആയിട്ട് പറയുന്ന ഈ 19th century suffrage movement, അതായത് ഫസ്റ്റ് വേവ്. ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, ട്രഡീഷൻ. ലിബറൽ ഫെമിനിസം മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിലാണ്. അപ്പം അതിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം ആ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ക്രിറ്റിസം മെയിൻ ആയിട്ട് ക്രിറ്റിസം വരുന്നത്. അപ്പം ഈക്വൽ ടു ബെനിഫിറ്റ്, ദ റൈറ്റ് ടു വോട്ട്, പെർസ്യൂ കരിയർ, പബ്ലിക് ലൈഫ്. അപ്പം ഇതുപോലെ പ്രിവിലേജ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണെന്ത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന റിഫോംസ് ബെനിഫിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരെയാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് എന്നുള്ളതാണ്. പിന്നെ അതർ ഫോംസ് ഓഫ് സോഷ്യൽ ഡിസഡ്വാൻറ്റേജ്, ഫോർ എക്സാമ്പിൾ ദോസ് ലിങ്ക് ടു സോഷ്യൽ ക്ലാസ് ആൻഡ് റേസ്. പിന്നെ അതർ കൈൻഡ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ് പൊളിറ്റിക്കൽ സ്ഫിയറിൽ നടക്കാം, അല്ലെ പബ്ലിക് സ്ഫിയറിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഫിയറിൽ നിലനിന്നിരുന്ന ഡിസഡ്വാൻറ്റേജസ്, ഡിസ്ക്രിമിനേഷൻ ആണ് ലിബറൽ ഫെമിനിസം അഡ്രസ് ചെയ്യുന്നത്. മറ്റു തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ്, അതായത് ക്ലാസ് പരമായിട്ടുള്ള, എക്കണോമിക് പരമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്, റേഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ഡിസഡ്വാൻറ്റേജ്, ഇതൊന്നും എന്താണ് പരിഗണിക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ലിബറൽ ഫെമിനിസം ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ therefore reflect the interest of white middle class, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വൈറ്റ് എസ്പെഷ്യലി വൈറ്റ് യുഎസിലൊക്കെ വൈറ്റ് ക്ലാസ്, പിന്നെ വെളുത്ത വർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പിന്നെ ഇൻട്രസ്റ്റ് ആണെന്ത് ലിബറൽ ഫെമിനിസം പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ആണെന്ത് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്ത് അവരുടെ ലിബറൽ ഫെമിനിസത്തിലൂടെ അവരുടെ ഇൻട്രസ്റ്റ് ആണെന്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. Developed society but failed to address forms of working class women, black women in the developing world, especially വളരെ അണ്ടർപ്രിവിലേജ്ഡ് ആയിട്ടുള്ള പിന്നെന്താണ് വർക്കിംഗ് ക്ലാസ് വിമന്റെയും തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ ബ്ലാക്ക് വിമന്റെയും പിന്നെ ഡെവലപ്പിംഗ് വേൾഡിൽ സംഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ഡെവലപ്പിംഗ് വേൾഡിൽ പിന്നെ സ്ത്രീകൾക്കെതിരെ സംഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊന്നും എന്താണ് ഇത് അഡ്രസ് ചെയ്യുന്നില്ല. ഇത് ഡെവലപ്ഡ് വേൾഡ്, അതായത് വെസ്റ്റേൺ സിസ്റ്റത്തിൽ വിത്തിൻ ദ പ്രിവിലേജ് സെക്ഷൻസ്, വിത്തിൻ ദ പ്രിവിലേജ് ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ആണെന്ത് പിന്നെ ഇവർ റിഫ്ലക്ട് അഡ്രസ്സ് ചെയ്ത് എന്നുള്ള ലിബറൽ ഫെമിനിസം അഡ്രസ്സ് ചെയ്ത്, അതാണ് മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇതാണ് ലിബറൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പബ്ലിക് സ്ഫിയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഫിയറിൽ
റിഫോം കൊണ്ടുവരാനാണ് എന്ത് ലിബറൽ ഫെമിനിസം അഡ്വക്കേറ്റ് ചെയ്തത് എന്നുള്ള പൊളിറ്റിക്കൽ സ്പിയറിൽ. ഒരു പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് എന്താണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ലിബറൽ ഫെമിനിസം? പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് നോട്ട് ചെയ്യട്ടെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിക്കാം. അപ്പം പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല, അതായത് പബ്ലിക് സ്പിയർ മെയിനായിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഈക്വൽ സ്പേസ് ഉണ്ടാവും. പക്ഷേ പ്രൈവറ്റ് സ്പിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി ലൈഫ്, അതൊക്കെയാണ് പ്രൈവറ്റ് സ്പിയറിൽ വരുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം, ഒരു സ്ത്രീക്ക് തീരുമാനിക്കാം എങ്ങനെ ജീവിക്കണമെന്ന്. അവർക്ക് പിന്നെ പബ്ലിക് സ്പിയറിൽ എൻഗേജ് ചെയ്യാനാണെങ്കിൽ എന്താണ് എൻഗേജ് ചെയ്യാണ് വേണ്ടത്. അതായത് കരിയർ ബിൽഡ് ചെയ്യണം, ഗവൺമെന്റിൽ ഇൻവോൾവ് ആണ്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം, ഇൻവോൾവ് ആകണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഒരു ആൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ സ്പേസ് അവിടെ ഉണ്ടാവും. മറിച്ച് മറ്റൊരു വ്യക്തിക്ക് എന്താണ് നേരെ തിരിച്ചാണ് ജീവിക്കേണ്ടത്. അതായത് വ്യക്തിപരമായി, അതായത് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ നോക്കിയാണ് ജീവിക്കേണ്ടതെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പൊ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്, എല്ലാം വ്യക്തിപരമാണ് എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. പക്ഷെ പബ്ലിക് സ്പിയറിൽ എന്താണ് ഈക്വൽ സ്പേസ്, ഈക്വൽ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ എന്താണ് പിന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് ലിബറൽ ഫെമിനിസം. അടുത്ത് സോഷ്യലിസ്റ്റ് ഫെമിനിസം. എന്താണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം? സോഷ്യലിസ്റ്റ് ഫെമിനിസം ഫസ്റ്റ് വേവ് ഫെമിനിസം റിലേറ്റഡ് ആണ്, ഒരു എലമെന്റ് ആണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. സോഷ്യലിസ്റ്റ് ഫെമിനിസം അല്ല, സോഷ്യൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന സംഭവം ഒരു ഫസ്റ്റ് വേവ് ഫെമിനിസം റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആ ഒരു ആർഗ്യുമെന്റ് അല്ലെ, ആ ഒരു ഇതും സംഭവം ഫസ്റ്റ് വേവ് ഫെമിനിസത്തിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. സോഷ്യൽ ഫെമിനിസം ആർഗ്യൂ ദാറ്റ് ഈക്വൽ റൈറ്റ്സ് മേ ബി മീനിങ്ലെസ് അൺലെസ് വിമൻ ഓൾസോ എൻജോയ് സോഷ്യൽ ഇക്വാലിറ്റി. സോഷ്യൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇക്വാലിറ്റി ആണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി ആണ് ഇവിടെ സോഷ്യൽ ഫെമിനിസം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇക്വാലിറ്റി ഇൻ ദിസ് സെൻസ് ഹാസ് ടു അപ്ലൈ ഇൻ ടേംസ് ഓഫ് എക്കണോമി. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്, എക്കണോമിക് ഇക്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മസ്റ്റ് അഡ്രസ് ഇഷ്യൂസ് സച്ച് ആസ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത്, പേ ഡിഫറൻഷ്യൽസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വേജ്ഡ് ആൻഡ് അൺവേജ്ഡ് ലേബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമി, എസ്പെഷ്യലി എക്കണോമി, മെയിൻലി എക്കണോമിക് സ്പിയർ, അതിന്റെ സോഷ്യൽ സ്പിയർ. എക്കണോമിക് സ്പിയറിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് കാര്യങ്ങൾ, അത് വേജ് ലെവലിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ, അതോടൊപ്പം തന്നെ വെൽത്ത് ഓണർഷിപ്പിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ, പ്രോപ്പർട്ടി ഓണർഷിപ്പിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻസ്, ഇതൊക്കെയാണ് എന്ത് സോഷ്യൽ ഫെമിനിസം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് എക്കണോമിക് ആയിട്ടുള്ള കാര്യം, മെയിൻലി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ. So socialist feminists argue that the relation between sex is rooted in the social and economic structure. Social and economic structure നമ്മൾ ഇപ്പം പ്രിവെയിലിംഗ് ആയിട്ടുള്ള നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ ആണെന്ത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ്, അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ അത് സംഭവിക്കുന്നത് ഈ ഒരു പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ പിന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം ആണ് നമുക്കുള്ളത്. ആ സിസ്റ്റം ആണ് എന്ത് ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല എക്സ്പ്ലോയിറ്റേഷൻ, അതുകൊണ്ടാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത്. The central theme of social feminism is that patriarchy can only be understood in the light of socio-economic factors. ഓൾറെഡി ഞാൻ പറഞ്ഞു സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ അല്ലെ വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ അൺഈക്വൽ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ ആണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പിന്നെ സിസ്റ്റം അല്ലെ, ആ സിസ്റ്റം പിന്നെ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരിക്കും, പിന്നെ ഹൈറാർക്കിക്കൽ ആയിരിക്കും, പിന്നെ ഡിസ്ക്രിമിനേറ്ററി ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് എന്ത് പിന്നെ ആ ഒരു സിസ്റ്റം എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ അൺഈക്വൽ ആയിട്ടുള്ള വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള സിസ്റ്റം എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? പാട്രിയാർക്കിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ ആണ്, വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ആണ് എന്ത് പാട്രിയാർക്കിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. The classic statement of this argument was developed in Friedrich Hegel's The Origin of Family, Private Property and State. വളരെ വളരെ ഇമ്പോർട്ടന്റ് പുസ്തകമാണ് ഫ്രെഡറിക് ഹെഗൽസിന്റെ The Origin of Family, Private Property and the State. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച പുസ്തകമാണ്. അപ്പൊ ഈ ഒരു ആർഗ്യുമെന്റ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ പറ്റും. ഈ ഒരു ആർഗ്യുമെന്റ് പാട്രിയാർക്കി എന്ത് കാരണമാണ്, എന്തുകൊണ്ടാണ് പാട്രിയാർക്കി ഇങ്ങനെ പാട്രിയാർക്കിയൽ നമ്മുടെ സിസ്റ്റം പാട്രിയാർക്കിയൽ ആകുന്നത്? ബിക്കോസ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ. ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ ആണെന്ത് ഈ പാട്രിയാർക്കിയൽ സിസ്റ്റത്തെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്, സ്റ്റെബിലൈസ് ചെയ്യുന്നത്. Hegel suggested that position of women in society had fundamentally changed with the development of capitalism and the institution of private property. അപ്പം ക്യാപിറ്റലിസവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഇങ്ങനെ എമേർജ് ചെയ്തു. ഈ ത്രൂ ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിമന്റെ പൊസിഷൻ അല്ലെ പൊസിഷൻ ഓഫ് വിമൻ ഗോട്ട് ഡാമേജ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഗോട്ട് ഡിസ്ക്രിമിനേറ്ററി. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് വിമൻ എപ്പോഴാണ് പോയത്, എന്തുകൊണ്ടാണ് പോയത്? ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ്
ക്യാപിറ്റലിസം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ വരവും അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസത്തെ എമർജൻസ് അല്ലെ ഡെവലപ്മെന്റും ആണെന്ത് സ്ത്രീകളെ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇൻ പ്രീ ക്യാപിറ്റൽ സൊസൈറ്റീസ് ഫാമിലി ലൈഫ് ഹാഡ് ബീൻ കമ്മ്യൂണിസ്റ്റ് ആൻഡ് മദർ റൈറ്റ്. അപ്പം പ്രീ ക്യാപിറ്റൽ സൊസൈറ്റി, ക്യാപിറ്റലിസം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു സൊസൈറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അത് കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മദർ റൈറ്റ്, അത് സ്ത്രീകളുടെ റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. മദർ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് സോഷ്യൽ പൊസിഷൻ ത്രൂ ഫീമെയിൽ ആണ്, ഫീമെയിൽ ലൈനിലൂടെയാണ്. അതായത് പിന്നെ അമ്മയുടെ സ്വത്ത് മകൾക്ക് കിട്ടുന്നു, അങ്ങനെ ഒരു ഇതിലാണ് പോയിരുന്നത്. അപ്പം ആ ഒരു ലൈനിലായിരുന്നു പ്രീ ക്യാപിറ്റൽ സൊസൈറ്റീസിൽ പോയത്. വാസ് വൈഡ്ലി ഒബ്സർവ്ഡ്. അങ്ങനെയായിരുന്നു പ്രീ ക്യാപിറ്റൽ സൊസൈറ്റി എന്ന് പറയുന്നത്. പ്രീ ക്യാപിറ്റൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സ്ത്രീകളുടെ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഇതിന്നാണെന്ത് പിന്നെ സ്ത്രീകളുടെ കയ്യിൽ നിന്നായിരുന്നു മെയിനായിട്ട് ഇൻഹെറിറ്റൻസ് സംഭവിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകളുടെ ആ ഒരു കയ്യിൽ നിന്നായിരുന്നു. പിന്നെ capitals have been based upon the ownership of private property by man had overthrown mother right and brought about what Hegel calls the world historical defeat of female sex. അപ്പോൾ capitalism എന്താണ്? Capitalism is based on ownership of private property ആണ്. Capitalism എന്ന് പറയുന്നത് is fundamentally based on ownership of private property ആണ്. അപ്പം ownership of private property by man. Capitalism promoted ownership of private property by man എന്നുള്ളതാണ്. And naturally overthrown, as automatically overthrown mother right. ഈ ഒരു സിസ്റ്റം എന്താണ്? ക്യാപിറ്റലിസത്തിന്റെ വരവോടെ ഈ ഒരു സിസ്റ്റം ഓവർത്രോ ചെയ്ത്, അല്ലെ ഡിമോളിഷ്, പിന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നുള്ള ഈ സിസ്റ്റം എന്താണ്? അബോളിഷ് ചെയ്യപ്പെട്ടു. ക്യാപിറ്റലിസത്തിന്റെ വരവോടെ ഈ ഒരു സിസ്റ്റം, അതായത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മദറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി ആസ് എ മദർ, അതിന് ആ ഒരു ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റം എന്താണ്? ഓവർത്രോ ചെയ്യപ്പെട്ടു, അതായത് ഡിമോളിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. And what Hegel called the world historical defeat of female sex. ഇതിനെ എന്താണ് ഹെഗൽസ് വിളിച്ചത്? The world historical defeat of female sex എന്നാണ് ഇത് പറയുന്നത്. അതായത് ക്യാപിറ്റലിസം എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം, വിത്ത് എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആരുടെ കയ്യിലെത്തി? മെയിൻലി പുരുഷന്മാരുടെ കയ്യിലെത്തി. അങ്ങനെ എന്താണ് നേരത്തെ ക്യാപിറ്റലിസം വരുന്നതിന് മുമ്പ് സിസ്റ്റം എങ്ങനെയായിരുന്നു? മദറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റം ആയിരുന്നു. അതെന്താണ്? അത് ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പൊ ക്യാപിറ്റലിസം ആണ് ഇവിടുത്തെ വില്ലൻ എന്നുള്ളതാണ് ഹെഗൽസ് പറഞ്ഞു വെക്കുന്നത്. ക്യാപിറ്റലിസം, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസം പിന്നെ കൊണ്ടുവന്ന ചേഞ്ചസ്, ക്യാപിറ്റലിസത്തിലൂടെ വന്ന ചേഞ്ചസ് ആണ് എന്ത് ഇവിടെ വില്ലൻ എന്ന് ഹെഗൽസ് പറയുന്നു. Bourgeois family is patriarchal and oppressive because men wish to ensure that the property will be passed on only to the sons. അപ്പം ബൂർഷായിസ് ഫാമിലി, അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഫാമിലി, അതായത് ക്യാപിറ്റൽ സിസ്റ്റത്തിൽ ഉള്ള ഫാമിലി എന്താണ്? പാട്രിയാർക്കൽ ആണ്, അതോടൊപ്പം തന്നെ ഒപ്രസീവ് ആണ്. എന്തുകൊണ്ടാണ്? പുരുഷന്മാർ എന്താണ് ആഗ്രഹിക്കുക? ടു എൻഷുർ ദാറ്റ് ദ പ്രോപ്പർട്ടി വിൽ ബി പാസ് ഓൺലി ടു ദ സൺസ്. പുരുഷന്മാർ എന്താണ് പിന്നെ ചെയ്യാൻ ശ്രമിക്കുക? അവരുടെ സ്വത്തുക്കൾ, അവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങൾ എന്താണ്? അവരുടെ മകന് മാത്രം, അല്ലെങ്കിൽ സൺസിന് മാത്രം എൻഷുർ ചെയ്യുക, അവർക്ക് മാത്രം കൊടുക്കുകയാണെന്ത് ഈ ഒരു സിസ്റ്റത്തിൽ പിന്നെ ചെയ്യുക, അല്ല അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സിസ്റ്റം അങ്ങനെയാണ് വരുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് പുരുഷന്മാര് അവരുടെ മകന് മാത്രം, അല്ലെങ്കിൽ സൺസിന് മാത്രം എന്താണ് പ്രോപ്പർട്ടി പാസ് ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരു പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒപ്രസീവ് ആയിട്ട് സിസ്റ്റം ആണ്. സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി ഇല്ല, സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇല്ല. ഇൻ കേസ് അവരുടെ മാതാപിതാക്കൾ, ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താണ്? അത് ആ സ്ത്രീകൾക്ക് കിട്ടാൻ പോകുന്നുമില്ല എന്നുള്ളതാണ്. മോസ്റ്റ് സോഷ്യൽ ഫെമിനിസ്റ്റ് അഗ്രി ദാറ്റ് കൺഫൈനിങ് വിമൻ ടു എ domestic sphere of housework and motherhood serves the economic interest of capitalism. സ്ത്രീകളെ അടുക്കളയിലേക്ക്, അല്ലെ വീടുകളിൽ തളച്ചിടുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. പിന്നെ അത് എന്താണ്? ഇറ്റ് സെർവ്സ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റലിസം. അങ്ങനെ സിസ്റ്റം നമ്മൾ സ്ത്രീകളെ അടുക്കളയിലേക്ക്, അല്ലെങ്കിൽ വീടുകളിലുള്ളിൽ തളച്ചിടുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ റിസർവ് ആർമി ഓഫ് ലേബർ. അപ്പോൾ അവരെ എന്താണ്? ഒരു റിസർവ് ആർമി ഓഫ് ലേബർ എന്ന് നമുക്ക് കാണാം, അങ്ങനെയും വിളിക്കാം. വിച്ച് ക്യാൻ ബി റിക്രൂട്ട് ഇൻ ടു ദ വർക്ക് ഫോഴ്സ് വെൻ ദർ ഇസ് എ നീഡ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ സംഭവിക്കണം. അതായത് എന്താണ്? കുറച്ചുകൂടെ വർക്കേഴ്സിന് വേണം. ഇപ്പൊ നിലവിലുള്ള വർക്കേഴ്സ് മാത്രം പോരാ, അതായത് നിലവിലുള്ള വർക്കേഴ്സ് ആണുങ്ങളായിരിക്കും, പുരുഷന്മാരായിരിക്കും. അപ്പം കുറച്ചുകൂടെ വർക്കേഴ്സ് ആൾക്കാരും ഹ്യൂമൻ ക്യാപിറ്റൽ കുറച്ചുകൂടെ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? സ്ത്രീകളെ നമുക്ക് എന്താണ് റിക്രൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് എന്താണ്? ആ വർക്കിനനുസരിച്ച്, അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച്, ആ എമർജൻസി ടൈമിൽ ചെയ്യുന്ന വർക്കിനനുസരിച്ച് എന്താണ്? അവർക്ക് റെമ്യൂണറേഷനോ കൺസിഡറേഷനോ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കുന്ന എന്താണ്? ഈ ഒരു പിന്നെ
സ്ത്രീകളെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ വീടുകളിലുള്ളിൽ തളച്ചിടാന്ന് പറയില്ല, വീടുകളിലുള്ളിൽ തളച്ചിടാന്ന് പറയില്ല. അതെന്താണ്? അത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ, അതായത് ക്യാപിറ്റൽ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്യാപിറ്റൽ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലിമിറ്റിംഗ് ദം ടു ദ ഹൗസ് വർക്ക്, അല്ലെ ലിമിറ്റിംഗ് ദം ടു ദ ഹോംസ്. അതെന്താണ്? ക്യാപിറ്റൽ സിസ്റ്റത്തെ പിന്നെ ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത്. അതിനെയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ some feminists have argued that it is the unwise nature of domestic work that accounts for low social status. നമുക്കറിയാം, നമുക്ക് വീട്ടുപണി, നമ്മളെ പിന്നെ സ്ത്രീകൾക്ക് എന്താണ് വീട് നോക്കുന്ന കാര്യങ്ങൾ, അതായത് ഫാമിലി ലൈഫ്, അതായത് കുട്ടികളെ നോക്കുന്നു, പിന്നെ ബാക്കി കാര്യങ്ങൾ, വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. അതിനെന്താണ്? അതിനൊന്നും റിമ്യൂണറേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർ അൺകണ്ടീഷണലി ചെയ്യുന്നതാണ്, റിമ്യൂണറേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ആസ്പെക്ട് ആണ് ഇങ്ങനെ പണി, റിമ്യൂണറേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കൂലി ഇല്ലാതെ അല്ലെങ്കിൽ വേജ് ഇല്ലാതെ പണിയെടുക്കുന്ന ആസ്പെക്ട് ആണെന്ത്? ലോസ്. ഇറ്റ് ഈസ് ദ റീസൺ ഫോർ some feminists argue that it is the reason for low social status. ഇതാണെന്ത്? ലോ സോഷ്യൽ സ്റ്റാറ്റസ് കാരണം. അതായത് നമ്മൾ പണിയെടുക്കുന്നു, ഒരാൾ പണിയെടുക്കുന്നു, അതിനനുസരിച്ച് എന്താണ് നമുക്ക് റിമ്യൂണറേഷൻ കിട്ടണം. അതിന്റെ അർത്ഥം എന്താണ്? ആ പണി അല്ലെങ്കിൽ ആ കാര്യത്തെ നമ്മൾ പിന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തെ നമ്മൾ അവരുടെ എഫേർട്ടിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ വർക്കിനെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും അവരുടെ വർക്കിനല്ലേ, സ്ത്രീകൾ ചെയ്യുന്ന വർക്ക്, വീടിനുള്ളിൽ ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അവർക്ക് വാല്യൂ കിട്ടുന്നില്ല, അങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വാല്യൂ കൊടുക്കുക, അതിന് വാല്യൂ കൊടുക്കുന്നതിന്റെ ഒരു ഇതെന്താണ്? റിമ്യൂണറേഷൻ കൊടുക്കുക, അല്ലെ വേജ് അല്ലെ പേ കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലിക്ക് എന്താണ്? അതിനനുസരിച്ചുള്ള റിമ്യൂണറേഷൻ കിട്ടുക, അല്ലെങ്കിൽ പിന്നെ സാലറി കിട്ടുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് കൂലി കിട്ടുക എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? This leaves women financially depend upon the husbands. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫൈനാൻഷ്യലി അവരുടെ ഹസ്ബൻഡ്സ് അല്ലെ പാർട്ണറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് എസ്റ്റാബ്ലിഷ് സിസ്റ്റമാറ്റിക് സോഷ്യൽ ഇനിക്വാലിറ്റി. സോഷ്യൽ ഇനിക്വാലിറ്റി, എക്കണോമിക് ഇനിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വീടുകളിൽ തന്നെ എന്താണ്? അതൊരു ഇനിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യും. എക്സ്പ്ലോയിറ്റേഷൻ, അത് പിന്നെ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ പാർട്ണർ എന്താണ്? അത് ചിലപ്പോൾ എന്താണ്? ഒരു ഇതായിട്ട് അവരുടെ അഡ്വാൻറ്റേജ്, അവരുടെ ഫേവറായിട്ട് എടുക്കുക, ഫേവറായിട്ട് എന്താണ്? അല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് എന്താണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യാം ആ ഒരു റിലേഷൻഷിപ്പിനെ, അല്ല ആ ഒരു ഡിപ്പെൻഡൻസിനെ എന്താണ്? പുരുഷന്മാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഇനിക്വാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ ഇനിക്വാലിറ്റി സിസ്റ്റത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ക്യാമ്പയിൻ ഫോർ വേജസ് ഫോർ ലേബർ, എവിടെ നടക്കുന്നത്? അത് UK നടക്കുന്നത്. ക്യാമ്പയിൻ ഫോർ വേജസ് ഫോർ ലേബർ argue that women would gain economic independence and enjoy enhanced social status if the labor like that of men is recognized as productive and worthwhile. അപ്പൊ നമ്മൾ ഓരോ മനുഷ്യന്മാർ ചെയ്യുന്ന പണി, അത് സ്ത്രീകളായിക്കോട്ടെ, എക്സ്പെഷ്യലി പിന്നെ സ്ത്രീകൾ ചെയ്യുന്ന പണി എന്താണ്? നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാർ എല്ലാം ചെയ്യുന്ന പണി എന്താണ്? അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടണം, അതിന് റെമ്യൂണറേഷൻ. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത്? നമ്മൾ റെമ്യൂണറേഷൻ, അതിനനുസരിച്ച് റെമ്യൂണറേഷൻ വാല്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് വേജസ് ഓഫ് ഹൗസ് വർക്കിലൂടെ പറയുന്നത്. ഈ വേജസ് ഓഫ് ഹൗസ് വർക്ക് ക്യാമ്പയിന് പറയുന്നത്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് മാർക്സിസ്റ്റും അതോടൊപ്പം തന്നെ സോഷ്യൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഫെമിനിസ്റ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഓർത്തഡോക്സ് മാർക്സിസ്റ്റ് എന്താണ് പറയുന്നത്? ഇൻസിസ്റ്റ് അപ്പോൺ പ്രൈമസി ഓഫ് ക്ലാസ് പൊളിറ്റിക്സ് ഓവർ സെക്ഷൽ പൊളിറ്റിക്സ്. ഓർത്തഡോക്സ് മാർക്സിസ്റ്റ് പറയുന്നത് ക്ലാസ് പൊളിറ്റിക്സ് ആണ് ഇമ്പോർട്ടന്റ്, സെക്ഷൽ പൊളിറ്റിക്സ് അല്ല. ക്ലാസ് പൊളിറ്റിക്സ് കാരണമാണ്, അതായത് പിന്നെ ക്യാപിറ്റലിസ്റ്റിലൂടെ സംഭവിക്കുന്ന ഒരു ക്ലാസ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ബൂർഷ്വായിസ് പ്രൊലറ്റേറിയറ്റ്. അപ്പൊ അത് കാരണമാണ് എന്ത്? സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ്? ക്ലാസ് പൊളിറ്റിക്സ് ആണ് ഇമ്പോർട്ടന്റ്, ക്ലാസ് പൊളിറ്റിക്സിനാണ് നമ്മൾ എന്താണ് ഫൈറ്റ് ചെയ്യേണ്ടതാണ് ഓർത്തഡോക്സ് മാർക്സിസ്റ്റ് പറയുന്നത്. പക്ഷേ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഫെമിനിസ്റ്റ് പറയുന്നു പിന്നെ പ്രൈമസി ഓഫ് ക്ലാസ് പൊളിറ്റിക്സ്. അവർ അത് അംഗീകരിക്കുന്നില്ല, ഈ ഒരു ആർഗ്യുമെന്റിനെ അംഗീകരിക്കുന്നില്ല. അവർ മറിച്ച് പറയുന്നു സെക്ഷൽ പൊളിറ്റിക്സ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. സെക്ഷൽ പൊളിറ്റിക്സ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, ക്ലാസ് പൊളിറ്റിക്സ് പോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൽ പൊളിറ്റിക്സ്. അല്ലാതെ ക്ലാസ് പൊളിറ്റിക്സ് അല്ല വലുത്, അല്ല ക്ലാസ് പൊളിറ്റിക്സ് അല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്ലാസ് പൊളിറ്റിക്സിനെ അല്ല നമ്മൾ ഫൈറ്റ് ചെയ്യാൻ, ക്ലാസ് പൊളിറ്റിക്സിനെ മാത്രം ഫൈറ്റ് ചെയ്താൽ എന്താണ്? ചിലപ്പം സെക്ഷൽ ആയിട്ടുള്ള കാര്യം, അതായത് ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ഒരു സ്പിയറിൽ, ഫെമിനിസ്റ്റ് സ്പിയറിൽ ഈ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെ എക്സ്പ്ലോയിറ്റേഷൻ, ആ രീതിയിലുള്ള സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് അത് തുടച്ചു നീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ പറ്റില്ല. മറിച്ച് പിന്നെ ക്ലാസ് പൊളിറ്റിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ത്? സെക്ഷൽ പൊളിറ്റിക്സ് എന്നാണ് മോഡേൺ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് പറയുന്നത്. UK social feminist Juliet Michael suggested that women fulfill four social functions ആണ് according to Juliet Michael. പിന്നെ according to Juliet Michael women fulfill ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ
ചെയ്യുന്ന കാര്യങ്ങൾ 4 social functions. They are members of workforce and are active in production. They are considered as members of workforce and active in production. They by and thus reproduce human species. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ they are അപ്പോൾ ഹ്യൂമൻ സ്പീഷീസ്, ഹ്യൂമൻ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് പോപ്പുലേഷൻ ഉണ്ടെങ്കിലല്ല നമുക്ക് ഒരു രാജ്യത്തെ ഒരു സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കാൻ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം ആരാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ ഹ്യൂമൻ സ്പീഷീസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ത്രീകളാണ്. പിന്നെ they have that reproductive capacity. They are responsible for socializing children. എന്താണ് മെയിനായിട്ട് കുട്ടികളെ പിന്നെ വളർത്തി വലുതാക്കുന്ന ആരാണ്? പിന്നെ ഇമ്പോർട്ടൻ്റ് റോൾ ആർക്കാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ആർക്കാണുള്ളത്? സ്ത്രീകൾക്കാണുള്ളത്. They are sex objects. They are also considered as sex objects according to Juliet Michael. അപ്പം ഈ from this perspective liberation requires that women achieve ഇമാൻസിപ്പേഷൻ ഇൻ ഈച്ച് ഓഫ് ദീസ് ഏരിയസ്. ഈ 4 ഏരിയാസ് അല്ലെ 4 ഇതിൽ നിന്ന് എന്താണ് അവർക്ക് ലിബറേഷൻ വേണം അല്ലെങ്കിൽ ഇമാൻസിപ്പേഷൻ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സ്പിയറിലും പിന്നെ വർക്ക് സ്പേസിലാണല്ലോ അവർക്ക് ഈക്വൽ കൺസിഡറേഷൻ വേണം. എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ ടെൻഡൻസീസ് പ്രവണതയും അല്ലെങ്കിൽ ടെൻഡൻസീസ് എന്താണ് ഇല്ലാതാക്കണം. പിന്നെ ഈ ഒരു പിന്നെ സ്ത്രീകളെ ഒരു മിയർ റിപ്രൊഡക്റ്റീവ് പിന്നെ ബീങ്സ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് മാത്രം കാണുക എന്നുള്ളത് അത് അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു കാര്യം ഇല്ലാതാവണം. അതോടൊപ്പം തന്നെ സോഷ്യലൈസിങ് ഇവർക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ കുട്ടികളെ വളർത്താനുള്ള ആ ഒരു പുരുഷന്മാർക്കും ആ ഒരു ഇത് കൊടുക്കണം, കടമയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ദേ ആർ സെക്സ് ഒബ്ജക്ട്സ് ആ ഒരു ഇതും മാറ്റണം, ആ ഒരു പിന്നെ ആറ്റിറ്റ്യൂഡും നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സോഷ്യൽ ഫെമിനിസം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്താണ് റാഡിക്കൽ ഫെമിനിസം. അപ്പോൾ എന്താണ് റാഡിക്കൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്? റാഡിക്കൽ ഫെമിനിസം സെക്കൻഡ് വേ ഓഫ് ഫെമിനിസം ആണ്. എന്താണ് സെക്കൻഡ് വേ ഓഫ് ഫെമിനിസം പറയുന്നത്? അതാണ് റാഡിക്കൽ ഫെമിനിസം. ഇവിടെ കൺസേൺ ബൈ ഇക്വാലിറ്റി ഇൻ ഫാമിലി ആൻഡ് പേഴ്സണൽ ലൈഫ്. അപ്പം ലിബറൽ ഫെമിനിസം പൊളിറ്റിക്കൽ സ്ഫിയറിലേക്ക് പറഞ്ഞു. പിന്നെ സോഷ്യൽ ഫെമിനിസം എക്കണോമിക് സോഷ്യൽ സ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഇക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. റാഡിക്കൽ ഫെമിനിസം പറയുന്നത് എന്താണ്? മൊത്തത്തിൽ സിസ്റ്റം ചേഞ്ച് ചെയ്യണം. ഇത് റിഫോം ഷുഡ് ഹാപ്പൻ ഫസ്റ്റ് അറ്റ് അവർ ഹോം. ഹൗസിലാണ് നമ്മുടെ വീടുകളിലാണ് റിഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പാട്രിയാർക്കിക്കുള്ള ഫാമിലി പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഫാമിലീസ് കാര്യങ്ങളെന്ന് അതാണ് അവിടെ നിന്നാണ് റിഫോം തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ വീടുകളിൽ നിന്നാണ് ഫസ്റ്റ് ഇക്വാലിറ്റി കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. ഡൊമസ്റ്റിക് ലൈഫ് എസ്പെഷ്യലി ഇൻ പേഴ്സണൽ സ്പിയർ എസ്പെഷ്യലി ഫാമിലി ആൻഡ് പേഴ്സണൽ സ്പിയറിലാണ് ഫസ്റ്റ് റിഫോം സംഭവിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഫോം സംഭവിക്കേണ്ടത്. അതാണ് പറഞ്ഞത്. ഡ്യൂറിംഗ് 1960s 70s the feminist movement sought to uncover the influence of patriarchy not only in politics, public life and economy but in all aspects of social, person and social existence, person and sexual existence. അതായത് ലിബറൽ ഫെമിനിസം പാട്രിയാർക്കിയുടെ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് സ്പിയറിൽ എങ്ങനെയാണ് പാട്രിയാർക്കി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നാണ് ലിബറൽ ഫെമിനിസം പറയുന്നത്. പിന്നെ പബ്ലിക് ലൈഫിലും പിന്നെ സോഷ്യൽ ഫെമിനിസം പറഞ്ഞ എക്കണോമിയിൽ പാട്രിയാർക്കിയുടെ ഇൻഫ്ലുവൻസും പാട്രിയാർക്കി മെയിൽ ഡോമിനേഷന്റെ ആ ഒരു ആസ്പെക്റ്റും അതെങ്ങനെ ബ്രേക്ക് ചെയ്യാന്നാണ് സോഷ്യൽ ഫെമിനിസം പറയുന്നത്. റാഡിക്കൽ ഫെമിനിസം എന്താണ് പറയുന്നത്? ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ, പേഴ്സണൽ, സെക്ഷൽ എക്സ്റ്റൻസ് എല്ലാ ആസ്പെക്ട്സിലും എന്താണ് പാട്രിയാർക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഡൊമൈനിലും എങ്ങനെയാണ് പാട്രിയാർക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പിന്നെ റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. അതുപോലെ എങ്ങനെയാണത് നമുക്ക് ഇല്ലാതാക്കാം അല്ലെങ്കിൽ അത് പിന്നെ മറികടക്കാം എന്നാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. സെൻട്രൽ ഫീച്ചർ ഓഫ് റാഡിക്കൽ ഫെമിനിസം ഈസ് ദ ബിലീഫ് ദാറ്റ് സെക്ഷൽ ഓപ്പറേഷൻ ഇസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് സൊസൈറ്റി. സെക്ഷൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ ആണ് മോസ്റ്റ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ മോസ്റ്റ് എക്സ്ട്രീം ടൈപ്പ് ഓഫ് ഡിവിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നാണ് പിന്നെ റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. അത് ജെൻഡർ ഈസ് തോട്ട് ബി ദ ഡീപ്പസ്റ്റ് സോഷ്യൽ ക്ലീവേജ് ആൻഡ് മോസ്റ്റ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻറ്റ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് പിന്നെ എക്കണോമിക് ആയിട്ടുള്ള ഡിവിഷൻ അല്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിവിഷൻ അല്ല, ജെൻഡർ ഡിവിഷൻ അല്ലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ദ ഡീപ്പസ്റ്റ് സോഷ്യൽ ക്ലീവേജ് ഓർ മോസ്റ്റ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻറ്റ് മോർ ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് റിലേഷൻ അല്ല, ക്ലാസ് ഡിവിഷൻ അല്ല, റേഷ്യൽ ആയിട്ടുള്ള ഡിവിഷൻ അല്ല, ജെൻഡർ ആണ് എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് സിമോൺ ഡി ബിവർ, ഇവ ഫിക്സ്, ജർമൻ ഗ്രീൻ. ഇവരുടെ പുസ്തകത്തിലൂടെയാണ് മെയിനായിട്ട് ഈ ഒരു റാഡിക്കൽ ഫെമിനിസം എമേർജ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ് ആയിട്ട് എമേർജ് ചെയ്ത് വരുന്നത് സിമോൺ ഡി ബിവർ, ഇവ ഫിക്സ്, ജർമൻ ഗ്രീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്കേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാം കേട്ടോ. കാരണം ചോദിച്ചിട്ടുണ്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആ ക്ലാസിക്കൽ റാഡിക്കൽ ഫെമിനിസം ചോദിക്കാം. അപ്പം ജർമൻ ഗ്രീൻ, സിമൺ ഡി ബേവർ, ഇവ ഫിക്സ്, പാറ്റ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ കെയ്ൻ മില്ലറ്റ് പോലുള്ള തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇവ ഫിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുസ്തകമാണ് പാട്രിക്കൽ ആറ്റിറ്റ്യൂഡ്.
attention not to more familiar legal or social disadvantages, but to the fact that patriarchal values and beliefs provide the culture, philosophy and morality. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെ പാട്രിയാർക്കി എന്ന് പറയുന്നത് നമ്മുടെ മിയർ പബ്ലിക് സ്പിയറിലും അതായത് പൊളിറ്റിക്കൽ സ്പിയറിലും സോഷ്യൽ സ്പിയറിലും എക്കണോമിക് സ്പിയറിലും മാത്രമല്ല എല്ലാ സ്പിയറിലും, അത് കൾച്ചറലി ഫിലോസഫിക്കലി എല്ലാ സ്പിയറിലും എല്ലാ ആസ്പെക്ട്സിലും എന്താണ് പാട്രിയാർക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ ഫീമെയിൽ ഔഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെമൻ ഗ്രീൻ എന്താണ് പറയുന്നത്, വിമൻ ആർ conditioned to passive sexual role which has represented the true sexuality. അപ്പം പാസീവ് സെക്ഷൽ റോൾ എന്താണ്, ദേ ആർ സോഷ്യലി കണ്ടീഷൻ ടു ബി എ പാസീവ് സെക്ഷൽ റോൾ. അപ്പം എന്താണ് സബോർഡിനേറ്റ്, പുരുഷന്മാർ ജീവിക്കാൻ പറയുന്ന കാര്യം, പുരുഷന്മാർ എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കാനാണെന്ത് അവർ സോഷ്യലി കണ്ടീഷൻ ആകുക എന്നുള്ളതാണ്. കണ്ടീഷൻ ആകുന്നു, സോഷ്യലി കണ്ടീഷൻ ആകുക, അങ്ങനെയാണ് ജനിച്ചു. അപ്പം വളരുന്ന ആ ഒരു ആ ഒരു സമയത്ത് ഇങ്ങനെയാണ് സോഷ്യലി കണ്ടീഷൻ. അതായത് നമ്മൾ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കാനാണെന്ത് അവര് കണ്ടീഷൻ ആകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ വളർത്തുന്നത് എന്നുള്ളതാണ് പിന്നെ ദ ഫീമെയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെമൻ ഗ്രീൻ പറയുന്നത്. പിന്നെ ഇറ്റ് വാസ് വിത്ത് ദ വർക്ക് ഓഫ് ആക്ടിവിസ്റ്റ് Kate Millett, US writer Kate Millett and Canadian author Shulamit Firestone, the radical feminist developed a systemic theory of social oppression. അപ്പോൾ ഇതാണ് Kate Millett, ഇതാണ് Shulamit Firestone. അപ്പോൾ ഇവരുടെ റൈറ്റിംഗ്സിലൂടെയാണ് ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് കിട്ടുന്നത്. റാഡിക്കൽ ഫെമിനിസത്തിന് ഇവരുടെ റൈറ്റിംഗ്സിലൂടെയാണ് ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് കിട്ടുന്നത്. സിസ്റ്റമാറ്റിക് തിയറി ഓഫ് സെക്ഷൽ ഓപ്പറേഷൻ, അതായത് റാഡിക്കൽ ഫെമിനിസത്തിന് ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് കിട്ടുന്ന ഇവരുടെ വർക്കിലൂടെയാണ്. ഇൻ സെക്ഷൽ പൊളിറ്റിക്സ് മില്ലറ്റ് ഡിസ്ക്രൈബ് പാട്രിയാർക്കി ആസ് സോഷ്യൽ കോൺസെപ്റ്റ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൽ പൊളിറ്റിക്സ്. കെയ്റ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് വർക്കാണ്, നോട്ട് ചെയ്യുക. റണ്ണിംഗ് ത്രൂ ഓൾ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് ഫൗണ്ട് ഇൻ എവറി ഹിസ്റ്റോറിക്കൽ കണ്ടംപററി സൊസൈറ്റി ആസ് വെൽ ആസ് ഇൻ മേജർ റിലീജിയൻസ്. ഇപ്പോൾ എല്ലാ ആസ്പെക്ട്സിലും ഒരു മനുഷ്യന്റെ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ എല്ലാ ആസ്പെക്ട്സിലും എല്ലാ ഡൊമൈനിലും എന്താണ് പിന്നെ പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നു. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. പാസ്റ്റിലാണെങ്കിലും പ്രസന്റിലാണെങ്കിലും എന്താണ് എല്ലാ ആസ്പെക്ട്സിലും എല്ലാ ഡൊമൈനിലും പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു കെയ്റ്റ് മില്ലറ്റ്. proposed patriarchy should be challenged through a process of കോൺഷ്യസ് റേസിങ്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് പാട്രിയാർക്കി സിസ്റ്റത്തിലാണ്. പാട്രിയാർക്കി സിസ്റ്റം എന്താണ്, വളരെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പം നമ്മൾ സ്വന്തം മനസ്സിലാക്കിയാൽ നമുക്കൊരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമുക്ക് ആ കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്താലേ എന്താണ് അതിനുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് എന്താണ് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതിനെതിരെ എന്താണ് നമുക്ക് പിന്നെ നമ്മുടേതായ ജീവിതം അല്ലെ ലൈഫ് അതിനെതിരെ പിന്നെ പ്രതികരിക്കാൻ പറ്റുള്ളൂ, അതിനെതിരെ എന്താണ് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കോൺഷ്യസ്നെസ് റേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനൊരു വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ട് സിസ്റ്റത്തിലാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം എന്താണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. In Dialectic of Sex, Shulamit Firestone വളരെ ഇമ്പോർട്ടൻറ്റ് പുസ്തകമാണ്. Dialectic of Sex adapted Marxist theory to the answer of role of women by substituting category of sex for that of സോഷ്യൽ ക്ലാസ്. അപ്പോൾ സോഷ്യൽ ക്ലാസ് പോലെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് പിന്നെ സോഷ്യൽ ക്ലാസിന്റെ സ്ഥാനത്ത് സെക്ഷൽ ക്ലാസ് ആണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഡയലക്റ്റിക് ഓഫ് സെക്സിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത്, ഷുലാമിത് ഫൈസോൺ പറയുന്നത്, അതായത് മെയിൻ പോയിന്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, സെക്സ് ആണ് എന്നുള്ളതാണ്, അല്ലാതെ സോഷ്യൽ ക്ലാസ് എന്നല്ല എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോഷ്യൽ ക്ലാസ് മാർക്സിസം എന്താണ് പറയുന്നത്, സോഷ്യൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ പിന്നെ എന്താണ് എക്കണോമിക് ആയിട്ടുള്ള കാര്യമാണെന്ന് മെയിൻ ഡിസ്ക്രിമിനേഷൻ പോയിന്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന്. അതായത് ബൂർഷായിസ് പ്രോട്രേറ്റ് ആ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് മെയിൻ ഡിസ്റ്റിങ്ഷൻ അല്ല മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത്, സൊസൈറ്റിയുടെ മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഷുലാമിത് ഫൈസ്റ്റോൺ ദ ഡയലക്റ്റിക് ഓഫ് സെക്സിൽ എന്താണ് പറയുന്നത്, അതല്ല ബൂർഷായിസ് പ്രോട്രേറ്റ് അല്ല, മറിച്ച് മെയിൽ ഫീമെയിൽ ആണ് എന്നല്ല വിമൻ മാൻ ആണ് എന്നുള്ളതാണ് ഡയലക്റ്റിക് ഓഫ് സെക്സിൽ ഷുലാമിത് ഫൈസ്റ്റോൺ പറയുന്നത്. അതുകൊണ്ട് ഫൈസ്റ്റോൺ സെക്സ് ഡിഫറൻസ് ഡു നോട്ട് മിയർലി അറൈസ് ഫ്രം സോഷ്യൽ കണ്ടീഷനിങ്, സോഷ്യൽ കണ്ടീഷനിങ് കൂടെ മാത്രം സംഭവിക്കുന്നതല്ല, മറിച്ച് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ബയോളജിയാണ്. ബയോളജിക്കൽ ഡിഫറൻസ് ആണ് ഇത് അക്കോർഡിംഗ് ടു ഷുലാമിത് ഫൈസ്റ്റോൺ സോഷ്യൽ കണ്ടീഷനിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പുരുഷൻ എന്ന രീതിയിൽ ജനിച്ചു. അപ്പോൾ ആ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് എന്താണ് നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിലും അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുക, നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ട് നമ്മുടെ മൊത്തത്തിൽ നമ്മളെ റിഫ്ലക്ട് ചെയ്യുക ആ ബയോളജിക്കൽ ആയിട്ട് ഡിഫറൻസ്. അതായത് നമ്മൾ സ്ത്രീ ആയിട്ട് ജനിച്ചു, നമ്മൾ വീക്ക് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്താണ് സോഷ്യലി കണ്ടീഷൻ ചെയ്യുക, അങ്ങനെ ആയിരിക്കും എന്താണ് നമ്മളെ വളർത്തുക. അപ്പം നീ സ്ത്രീ ആണല്ലേ, പിന്നെ ഒരു കുട്ടി സ്ത്രീ ആയിട്ട് ജനിക്കുന്നു, അപ്പം ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, അങ്ങനെ ആയിരിക്കും എന്താ എല്ലാവരെയും വളർത്തുക. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്താണ് നമ്മുടെ ഹോൾ ലൈഫിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അത് ബയോളജിക്കൽ ഡിഫറൻസ് ആണ് എന്ത് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫയർസ്റ്റോൺ ബയോളജിക്കൽ ഡിഫറൻസ് ആണ് ബേസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഡിഫറൻസ് ആണെന്ത് പിന്നെ
ഒരു പിന്നെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ അതർ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. The basic fact that women bear babies led to natural division of labor within what she called biological family. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ആ ഒരു നാച്ചുറൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ഡിവിഷൻ ഓഫ് ലേബർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വിമൺ എന്ന് പറയുന്നത് കുട്ടികളെ ആക്കുക, അല്ല പ്രൊഡ്യൂസ് ചെയ്യുക, അപ്പോൾ അത് അവരെ നോക്കി ജീവിക്കുക, അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഇല്ല. അപ്പോൾ അതാണ് വിമൺ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്ത് സോഷ്യലി കണ്ടീഷനിങ് ചെയ്യുന്നത്, അങ്ങനെയാണ് അവരെ വളർത്തുന്നത്. അല്ലാതെ ജോലിക്ക് പോകണം, ജോലിക്ക് പോകണം, നല്ല കരിയർ ബിൽഡ് ചെയ്യണം, പൊളിറ്റിക്കലി ഇൻവോൾവ് ആണ്, നമുക്ക് അങ്ങനെ സൊസൈറ്റിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരണം, അങ്ങനെയല്ല കണ്ടീഷൻ ചെയ്യുന്നത്. മറിച്ച് എന്താണ്, ഒരാൾ സ്ത്രീ ആയിട്ട് ജനിക്കുന്നു, അപ്പം ഇങ്ങനെയാണ് ആ സ്ത്രീ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മെയിൻലി ബെയർ ബേബീസ് എന്നുള്ളത്. അപ്പം കുട്ടികളെ പിന്നെ കല്യാണം കഴിക്കുക, കുട്ടികളാക്കുക, കുട്ടികളെ ഉണ്ടാകുക, അതിനനുസരിച്ച് അവരെ നോക്കി ജീവിക്കുക, പാർട്ട്ണറെ നോക്കുക, അങ്ങനെയാണ് കണ്ടീഷനിങ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബയോളജിക്കൽ ഫാമിലി എന്ന് അദ്ദേഹം വിളിക്കുന്നു, സുനാമിത് ഫയർസ്റ്റോൺ വിളിക്കുന്നു. പാട്രിയാർക്കി ഇൻ സോഷ്യൽ കണ്ടീഷനിങ്. മില്ലർ സോ ദ റൂട്ട്സ് ഓഫ് പാട്രിയാർക്കി ഇൻ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളതാണ്. സോഷ്യൽ കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ള കാരണം, ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അക്കോർഡിംഗ് ടു കെയ്റ്റ് മില്ലറ്റ്. മറിച്ച് ഫയർസ്റ്റോൺ എന്താണ് പറയുന്നത്, ഈ ഒരു സോഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് പാട്രിയാർക്കി ബയോളജിയിലാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് എന്ത് റൂട്ട്സ് ഓഫ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. മില്ലറ്റ് എന്താണ് പറയുന്നത്, സോഷ്യൽ കണ്ടീഷനിങ് ആണ്, ബയോളജിക്ക് അതിന് വലിയ റോളൊന്നും ഇല്ല എന്നാണ് മില്ലറ്റ് പറയുന്നത്. പിന്നെ men constitute oppressive sex class dedicated to aggression, domination and destruction. Female sex class is therefore universal victim. Female sex, സ്ത്രീകൾ എന്താണ് യൂണിവേഴ്സൽ വിക്ടിം ആണ്. പിന്നെ പുരുഷന്മാരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും, ഡോമിനേറ്റിംഗ് ആയിരിക്കും, അതോടെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ സൂസൻ ബ്രൗൺ മില്ലറിന്റെ എഗെയിൻസ്റ്റ് അവർ വിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഗെയിൻസ്റ്റ് അവർ വിൽ പറയുന്നുണ്ട്, എംഫസൈസ് ദാറ്റ് men dominate women through process of physical and sexual abuse. അപ്പോൾ ത്രൂ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസിലൂടെയാണ്, അല്ലെങ്കിൽ ഇന്റിമിഡേഷനിലൂടെയാണ്, ത്രട്ടനിങ്ങിലൂടെയാണ്, അത് ഫിസിക്കൽ ആയിട്ടുള്ള ത്രട്ടനിങ്ങിലൂടെയാണ്, ഇന്റിമിഡേഷനിലൂടെയാണ്, പിന്നെന്താണ് പിന്നെ അഗ്രഷനിലൂടെയാണ് പുരുഷന്മാർ സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ത്രൂ പ്രോസസ് ഓഫ് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസിലൂടെ, ഇന്റിമിഡേഷനിലൂടെ, പിന്നെ അങ്ങനെയാണ് പുരുഷന്മാര് സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Men have created ideology of rape which amounts to a conscious process of intimidation by all men എന്നുള്ളതാണ്, സ്റ്റേറ്റ് ഓഫ് ഫിയർ. അപ്പോൾ ഈ ഒരു ഇന്റിമിഡേഷനിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു അബ്യൂസിലൂടെ, ഹറാസ്മെന്റിലൂടെ എന്താണ്, ദേ ട്രൈ ടു പുഷ് വിമൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫിയർ. അപ്പോൾ അങ്ങനെ എന്താണ്, പേടിച്ചായിരിക്കും എന്താണ് സ്ത്രീകൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പുരുഷന്മാർ ഇങ്ങനെ അഗ്രസീവ് ആകുക, അല്ലെങ്കിൽ ഇന്റിമിഡേറ്റിംഗ് ആകുക, ഡോമിനേറ്റിംഗ് ആകുക, ത്രട്ടനിങ് ആകുക, അങ്ങനെ വരുമ്പോൾ എന്താണ് സ്ത്രീകൾ പേടിച്ചായിരിക്കും ജീവിക്കുക. ആ പേടിയിലൂടെയാണ് സ്ത്രീകളെ പുരുഷന്മാർ കൺട്രോൾ ചെയ്യുന്നത്. ആ പേടിയിലൂടെയാണ് സ്ത്രീകളെ പുരുഷന്മാർ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് ദ ബയോളജിക്കൽ കപ്പാസിറ്റി ടു റേപ്പ്. ബയോളജിക്കൽ കപ്പാസിറ്റി ടു റേപ്പ്, ഫിസിക്കലി അവർ അതിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, സൂസൻ ബ്രൗൺ മില്ലർ പറയുന്നത്. ദാറ്റ് ഈവൻ men do not rape nevertheless benefit from the fear and anxiety that rape provokes amongst all men. ഇപ്പൊ എല്ലാവരും എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന, എല്ലാ പുരുഷന്മാരും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കില്ല, എല്ലാവരും അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരായിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും എന്താണ് അവർക്കും അഡ്വാൻറ്റേജ് കിട്ടുന്നു, അങ്ങനെ ചിന്തിക്കാത്തവർക്കും അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടുന്നു. അതായത് അങ്ങനെ ചിന്തിക്കാത്തവർക്കും എന്താണ് ആ ബഹുമാനം, അല്ല ആ പേടിയുടെ അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് റാഡിക്കൽ ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ലിബറൽ ഫെമിനിസം, എന്താണ് സോഷ്യൽ ഫെമിനിസം, എന്താണ് റാഡിക്കൽ ഫെമിനിസം, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പോയിന്റ് വൈസ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നെ ക്ലാരിറ്റി ഉണ്ടാകുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം ഇന്നത്തെ നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്, അതായത് പാർട്ട് 2 ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷനെ കുറിച്ചായിരിക്കും, ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസിനെ കുറിച്ചായിരിക്കും പാർട്ട് 2 ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മിഷൻ JRF ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്പർ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ പിന്നെ വാട്സപ്പിലെ ഗൈഡൻസ് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മിഷൻ JRF ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മിഷൻ JRF പിന്നെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പർ ഇപ്പോൾ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത പിന്നെ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം Aifer Education.